സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് സിനിമ ടാക്കീസിന്റെ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് അയാം പ്രൊഡക്ഷൻസിന്റെ തന്നെ അയാം റിട്രീറ്റ്സിന്റെ ഡ്രിഫ്റ്റേഴ്സ് വാലി എന്ന സ്ഥലത്താണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സംവിധാനം സത്യനന്ദിക്കാട്, റൈറ്റേഴ്സ് സോനു TP ആൻഡ് അഖിൽ സത്യൻ. ഈ ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. മോഹൻലാല്, മാളവിക മോഹനൻ, സിദ്ദിഖ്, ലാലു അലക്സ്, സംഗീത് പ്രതാപ്, ജനാർദ്ദനൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാല് സന്ദീപ് ബാലകൃഷ്ണനായിട്ടും മാളവിക മോഹനൻ ഹരിതയായിട്ടുമാണ് ചിത്രത്തിൽ എത്തുന്നത്. ഇത് ഒരു കോമഡി ഡ്രാമ ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംവിധാന ശൈലിയും തിരക്കഥയുമാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. സാധാരണ സത്യനന്ദിക്കാർ ചിത്രങ്ങളിലുള്ളതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് അദ്ദേഹം ചിത്രം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ സിദ്ദിഖ് മോഹൻലാൽ കോമ്പിനേഷൻ ചില സീനുകളുണ്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. ചിലത് കലക്കി, ചിലത് ശരിയായില്ല. ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, അത് കിടിലനായിരുന്നു. സംഗീത് പ്രതാപിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് കൊള്ളാമായിരുന്നു, ചിലയിടത്ത് ഭംഗിയായിട്ട് തോന്നി. മാളവിക മോഹൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന് അതായത് കഥാപാത്രത്തിന് ആപ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജനാർദ്ദനും ലാലു ലക്സും ഭംഗിയായിട്ടാണ് അവരുടെ റോൾ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടിന്റെ സ്ഥിരം ചിത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ എഡിറ്ററായിട്ട് K. രാജഗോപാലാണ് ചെയ്തിരിക്കുന്നത്, അത് ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിലെ സെക്കൻഡ് ഹാഫിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലാണ് കൂടുതലും കോമഡികളും കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ ചിത്രങ്ങൾ കാണുന്നത് പോലെ എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയില്ല. ഈ ചിത്രം എനിക്ക് ഒരു ആവറേജ് ഫീലാണ് നൽകിയത്. ഈ ചിത്രം 2.5 മണിക്കൂറാണ് ഏകദേശം ഉള്ളത്. ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.